നമസ്കാരം. ഒരു ഭരണ സംവിധാനം 10 വർഷം നമ്മുടെ കേരളത്തെ ഭരിച്ചിട്ട് ആ 10 വർഷത്തിന് ശേഷം യാതൊരു ദാക്ഷിണ്യവുമില്ലാതെ ജനങ്ങൾ അവരെ പുറത്താക്കണമെന്നുണ്ടെങ്കിൽ ജനങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത രീതിയിലാണ് ഭരിച്ചത് എന്നാണ്. എത്ര വികസനം നടത്തിയിട്ടും കാര്യമില്ല, എന്തൊക്കെ ചെയ്തു എന്ന് പറഞ്ഞിട്ടും കാര്യമില്ല, എത്ര തലയും ഫ്ലക്സും വെച്ചു എന്ന് പറഞ്ഞിട്ടും കാര്യമില്ല. ജനങ്ങൾ തോൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ ജനങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത വിധത്തിലാണ് ഭരിച്ചത് എന്ന് തന്നെയാണ് അതിന്റെ അർത്ഥം. ആ ഒരു തിരിച്ചറിവ് അവർക്ക് എന്തുകൊണ്ടാണ് ഉണ്ടാകാത്തത് എന്ന് മനസ്സിലാകുന്നില്ല. അധികാരം നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ പിന്നെ CPM-നെ സംബന്ധിച്ചിടത്തോളം നിലനിൽപ്പ് അപകടത്തിലാണ്. അത്തരത്തിൽ അപകടത്തിലായിട്ടുള്ള കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ഇനി അതിൽ നിന്ന് പിടിച്ച് കയറി വരണമെന്നുണ്ടെങ്കിൽ പഴയ കളി പുറത്തിറക്കണം. പണ്ടും പാർട്ടി ഇതുപോലെ അവതാളത്തിലാകുന്ന, ജനപ്രീതി കുറഞ്ഞു നിൽക്കുന്ന സന്ദർഭം വരുമ്പോൾ ഒരു രക്തസാക്ഷി ഉണ്ടാക്കും, എന്നിട്ട് വലിയ വാർത്തകൾ ഉണ്ടാക്കും. ആ വാർത്തകൾ പാർട്ടിയെ ഒന്നുകൂടി ശക്തിപ്പെടുത്തും. മാറി നിൽക്കുന്ന, ഇടഞ്ഞു നിൽക്കുന്ന കുറച്ചു പേർ അവർ വീണ്ടും മാതൃ സംഘടനയിലേക്ക് അല്ലെങ്കിൽ നേതാക്കളുമായിട്ട് ചേരും. അങ്ങനെ എല്ലാവരും കൂടി ഒരുമിച്ച് പണിയെടുക്കുമ്പോൾ വിജയിച്ചു പോരും. അതായത് ഈ രാഷ്ട്രീയ അടിമകളെയെല്ലാം ഉപയോഗപ്പെടുത്താൻ കൃത്യമായി CPM-ന് രക്തസാക്ഷികളെ വേണമായിരുന്നു. അത്തരത്തിൽ രാഷ്ട്രീയം കളിക്കാൻ വേണ്ടിയിട്ട് ഇനി ഒരു രക്തസാക്ഷിയെ വേണം. അതിനു വേണ്ടിയിട്ടുള്ള കളിയാണ് കഴിഞ്ഞ ദിവസം ഉണ്ടാക്കാൻ ശ്രമിച്ചത്. ഒരു സഹതാപ തരംഗം സൃഷ്ടിച്ചിട്ട് അതിന്റെ പേരിൽ വീണ്ടും തെരുവിൽ അക്രമം അഴിച്ചുവിടാൻ പ്രേരിപ്പിക്കുന്ന CPM-ന്റെ ക്രൂരമായിട്ടുള്ള രാഷ്ട്രീയം. പഴയ വോട്ട് ബാങ്ക് തിരിച്ചുപിടിക്കാൻ വേണ്ടി പാവപ്പെട്ട അണികളെയും ചെറുപ്പക്കാരെയും ഒക്കെ ഇളക്കിവിടാനുള്ള ആ നീക്കം. പക്ഷെ ആ നീക്കം പാളിപ്പോയതാണ് നമ്മൾ കാണുന്നത്. കഴിഞ്ഞ ദിവസം സെക്രട്ടേറിയറ്റ് മാർച്ചിൽ ഒരു പോലീസുകാരനെ ബ്ലേഡ് കൊണ്ട് വരഞ്ഞു പരിക്കേൽപ്പിച്ചു. മറ്റു പലർക്കും പരിക്കുണ്ട്. അത്തരത്തിൽ ഒരു പാർട്ടി അടിമയെ കൊണ്ട് അത് ചെയ്യിച്ചു. ബ്ലേഡ് സമരത്തിന് വരുമ്പോൾ ബ്ലേഡ് കൊണ്ടുവരിക എന്ന് പറഞ്ഞാൽ ആലോചിച്ച് നോക്കുക, ആദ്യത്തെ സംഭവമാണ്. ഏതായാലും ഒരു പോലീസുകാരനെ ബ്ലേഡ് കൊണ്ട് വരഞ്ഞ് കൊല്ലാൻ ശ്രമിച്ചു എന്ന് പറയുന്നതാണ് ശരി. കാരണം ബ്ലേഡ് എന്ന് പറഞ്ഞാൽ അത് മതി, കൊള്ളാൻ്റെ അടുത്ത് കൊന്നു കഴിഞ്ഞാൽ ജീവൻ അവസാനിക്കാൻ. ഒടുവിൽ എന്തായാലും പോലീസ് തൂക്കി ആ രാഷ്ട്രീയ അടിമയെ, പാർട്ടി അടിമയെ അകത്താക്കിയിട്ടുണ്ട്. കാട്ടാക്കടയിൽ ഒളിവിൽ കഴിഞ്ഞിരുന്ന SFIയുടെ പ്രവർത്തകൻ അൽ-അമീനെ പിടിച്ച് കണ്ടോൺമെന്റ് പോലീസ് കൃത്യമായിട്ട് കൂട്ടിയിട്ടിട്ടുണ്ട്. അൽ-അമീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ അറബി പദത്തിന്റെ അർത്ഥം വിശ്വസ്തനെന്നാണ്. വിശ്വസ്തതയുടെ എന്ന് പറയില്ലേ, അത് തന്നെയാണ്. അപ്പൊ പാർട്ടി എന്ത് തോന്നിയാസം പറഞ്ഞാലും എന്തൊക്കെ ചെയ്യാൻ പറഞ്ഞാലും പാർട്ടിയുടെ വിശ്വസ്ത അടിമയാണ് എന്ന് വേണമെങ്കിൽ കരുതാം, അങ്ങനെ കരുതാം. ഏതായാലും തൂക്കി അകത്താക്കിയിട്ടുണ്ട്. എപ്പോഴാണോ പിടിക്കുന്നത് അപ്പോൾ തൂക്കിയെടുത്ത് ജാമ്യമില്ലാ വകുപ്പുകൾ ചാർത്തി നേരെ അകത്തിടുമെന്ന് പോലീസ് നേരത്തെ വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. ഈ ബാരിക്കേഡുകൾ കൂട്ടിക്കിട്ടുന്ന വടമുണ്ട്, അത് മുറിക്കാനും പോലീസിനെ ആക്രമിക്കാനും ഒക്കെ ഇവർ തന്നെയാണ് ബ്ലേഡ് കൊണ്ടുവന്നത് എന്ന് CCTV ദൃശ്യങ്ങളും പോലീസിന്റെ ക്യാമറ ദൃശ്യങ്ങളൊക്കെ പരിശോധിച്ചപ്പോൾ സ്പെഷ്യൽ ബ്രാഞ്ചിന് കൃത്യമായിട്ട് മനസ്സിലായി. പക്ഷെ അത് മാത്രമാണ് ഇങ്ങനെ ഇത്തരത്തിൽ കയറ് മുറിക്കാനും ആക്രമിക്കാനും മാത്രമാണ് ഇവർ ഈ ബ്ലേഡ് കൊണ്ടുവന്നെന്ന് ഉദ്ദേശിച്ച് പറയാനും പറ്റൂല. ഈ ബ്ലേഡ് കൊണ്ടുവന്നത് പോലീസുകാരാണ്, SFIയുടെ പിള്ളേരെ അല്ലെങ്കിൽ CPM-കാരെ ആക്രമിക്കാൻ വേണ്ടിയിട്ട് പോലീസുകാർ ബ്ലേഡ് കൊണ്ടുവന്നു എന്നൊരു പ്രചരണം ഇതിനിടയിൽ അഴിച്ചുവിട്ടിരുന്നു. അപ്പോ ഈ വന്നിട്ടുള്ള പാർട്ടി പ്രവർത്തകർ തന്നെ ഏതെങ്കിലും ഒരുത്തന്റെ കഴുത്ത് മുറിച്ചിട്ട് അത് പോലീസുകാരെ റെഡിക്ക് വെച്ചു കൊടുക്കാൻ ഒരുപക്ഷെ അതിനും ആകാം. ഏതായാലും അണികളായിട്ടുള്ള യുവാക്കളുടെ ജീവിതം മാത്രമാണ് ഈ നരയിച്ച് അക്രമ സംഭവത്തോടെ ഇരുട്ടിലാവാൻ പോകുന്നത് എന്നവർ തിരിച്ചറിയണം. ഈ വന്നവർ തിരിച്ചറിയണം. ഇവിടെയാണ് CPM-ന്റെ സ്ഥിരം ഉടായ്പും ഇരട്ടത്താപ്പും ഒക്കെ പുറത്തു വരുന്നത്. അക്രമങ്ങൾ അഴിച്ചുവിടാനും ബാരിക്കേഡ് തകർക്കാനും ഒക്കെ നേതാക്കൾ മുന്നിൽ നിന്ന് ആഹ്വാനം നടത്തും. പോലീസിന്റെ പണിയെടുക്കുമ്പോൾ നേതാക്കൾ കളത്തിന് പുറത്തുമാകും. നമ്മൾ ഇതിനു മുമ്പും കണ്ടു അത്. നേരത്തെ ED-യുമായിട്ട് കോർത്ത് ED-യെ അടിച്ചു, ED-ന്റെ ഡ്രൈവറുടെ കണ്ണടിച്ചു പൊട്ടിച്ചു, വാഹനം തകർത്തു. അതിലകത്ത് പോയവർക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ തൊട്ടടുത്ത നേതാക്കൾ ഉണ്ടായിരുന്നു. ആ നേതാക്കൾ ആരും തന്നെ അവർക്കെതിരെ ഒരു പെറ്റി കേസ് പോലും അതിന്റെ പേരിൽ ചാർത്തപ്പെട്ടിട്ടില്ല. പോയത് മുഴുവൻ പാവപ്പെട്ടവർ. അതിൽ 1-2 പേരൊക്കെ പ്രോസിക്യൂഷന്റെ കളി മൂലം പുറത്തിറങ്ങി, സ്വാധീനിക്കാൻ കൊണ്ട് പുറത്തിറങ്ങി എന്നാണ് മനസ്സിലാകുന്നത്. അങ്ങനെയൊക്കെ വാർത്തകൾ വരുന്നുണ്ട്. മറ്റു ചിലരൊക്കെ ഇനി എന്നിറങ്ങുമെന്നറിയാതെ കിടക്കുന്നുമുണ്ട്. ഏതായാലും നിയമത്തിന്റെ മുന്നിൽ കുടുങ്ങി ജാമ്യം പോലും കിട്ടാതെ അകത്ത് കിടക്കുന്നത് അണികളാണ്. നേരത്തെ ED-യെ ആക്രമിച്ച കേസിൽ കിടക്കുന്ന അണികളുടെ കാര്യം ഇപ്പോഴത്തെ അവസ്ഥയിൽ അതീവ കഷ്ടത്തിലുമാണ്. ആ കേസിലും ജാമ്യമില്ലാ വകുപ്പുകളാണ് അവർക്ക് നേരെ ചുമത്തിയിരിക്കുന്നത്. ഈ സംഭവത്തിന് തൊട്ടു പിന്നാലെയാണ് ഇപ്പോ വീണ്ടും അക്രമം അഴിച്ചിടാൻ വേണ്ടിയിട്ട് മറ്റൊരു കൂട്ടം ചെറുപ്പക്കാരെ അങ്ങോട്ട് അഴിച്ചു വിട്ടത്. പോലീസുകാർ ബ്ലേഡ് കൊണ്ട് ശരീരത്തിൽ ആക്രമിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് ഈ സംഭവം നടന്ന ഉടൻ തന്നെ ക്യാമറകൾക്ക് മുന്നിൽ വന്നിരുന്ന് പ്രസ്താവന ഇറക്കിയ മുൻ മന്ത്രി മുഹമ്മദ് റിയാസ്, ആ റിയാസ് അടിമകളെ അകത്താക്കാൻ വേണ്ടി തുടങ്ങിയപ്പോൾ ഇവിടെയാണ് എന്നറിയാതെ മുങ്ങിയിരിക്കണം. അതായത് ഈ പറഞ്ഞ അടിമക്കൂട്ടങ്ങളെ ബ്ലേഡ് കൊണ്ടുവന്ന് റിയാസിന്റെയൊക്കെ വാക്കും കേട്ടോട്ട് ഇറങ്ങിയിട്ടുള്ള അടിമക്കൂട്ടങ്ങളെ പോലീസ് ഒരു അറ്റത്തുനിന്ന് പിടിക്കാൻ തുടങ്ങിയപ്പോൾ റിയാസ് മുങ്ങി. യഥാർത്ഥ സത്യങ്ങൾ ഒന്നൊന്നായി ദൃശ്യങ്ങൾ സഹിതം പുറത്തു വന്നപ്പോൾ തങ്ങൾ ഇറക്കിവിട്ട സ്വന്തം സംഘടനയിലെ ഗുണ്ടയാണ് പൊക്കിയെന്ന് ഉറപ്പായപ്പോൾ മുഹമ്മദ് റിയാസ് ഇപ്പൊ വായ തുറക്കുന്നില്ല.
നിയമപരമായിട്ട് പ്രതിരോധിക്കാൻ പോലീസിന് ലാത്തിയും തോക്കും ഒക്കെ ഉണ്ട്, നമുക്കെല്ലാം അറിയാം. അവർക്ക് ബ്ലേഡിന്റെ യാതൊരുവിധ ആവശ്യമില്ല. കേരള പോലീസിന്റെ ചരിത്രത്തിൽ ഇതുവരെ ബ്ലേഡുമായിട്ട് സമരക്കാരെ നേരിടാനോ മറ്റാരെങ്കിലും നേരിടാനോ ഇറങ്ങിയ ചരിത്രവുമില്ല. ബ്ലേഡും കൊണ്ടുവന്ന് സമരം ചെയ്യുന്നത് CPM-ന്റെ ഒരു പുതിയ രീതിയാണെന്ന് വേണം നമുക്ക് പറയാം. അവർ കണ്ടെത്തിയിട്ടുള്ള പുതിയ രീതി ആയിരിക്കാം. ആ പണി ഇവിടെ നടത്തൂല എന്ന് ആഭ്യന്തരമന്ത്രിയായിട്ട് രമേശ് ചെന്നിത്തല വ്യക്തമാക്കിയിട്ടുണ്ട്. അതിന് തൊട്ടു പിന്നാലെയാണ് പ്രതിയെ, ഈ ബ്ലേഡ് കൊണ്ട് പോലീസുകാരനെ വരഞ്ഞ പ്രതിയെ കാട്ടാക്കടയിൽ നിന്ന് തൂക്കി അകത്താക്കുന്നത്. രാഷ്ട്രീയ യജമാനന്മാരുടെ താല്പര്യങ്ങൾക്ക് വേണ്ടിയിട്ട് രാഷ്ട്രീയ അടിമകളായി സ്വന്തം കുടുംബത്തിലെ സാധുക്കളുടെ ജീവിതം തകർത്ത് ഈ സുന്ദരമായ ഭൂമിയിൽ ആ ജീവിതം ആസ്വദിച്ച് തീർക്കാൻ വേണ്ടി ഒരിക്കൽ മാത്രമേ ജീവിതമുള്ളൂ എന്ന് തിരിച്ചറിയാതെ സ്വന്തം തെരുവില് സ്വന്തം ജീവിതം തെരുവിൽ ഹോമിക്കുന്ന ഈ അണികള് എന്ന് വിളിക്കപ്പെടുന്ന രാഷ്ട്രീയ അടിമകൾ എന്നാണ് ബോധമുള്ളവരാകുന്നത് എന്നാണ് ഇപ്പൊ ചിന്തിക്കേണ്ടി വരുന്നത്. കേസ് നടത്താനോ ജയിലിൽ നിന്ന് ഇറക്കാനോ ഈ പറയുന്ന നേതാക്കളോ മുഹമ്മദ് റിയാസോ ഒന്നും വരാൻ പോകുന്നില്ല. ഭരണം മാറിയ സ്ഥിതിക്ക് പോലീസിനോട് ആജ്ഞാപിക്കാനും കഴിയൂല. നിയമം അതിൻ്റെതായ വഴിക്ക്, ശക്തമായ വഴിക്ക് തന്നെ മുന്നോട്ട് പോകുമെന്ന് ഉറപ്പുമാണ്. അതുകൊണ്ട് തന്നെ പൊതുമുതൽ നശിപ്പിച്ചിട്ടും പോലീസിനെ മാരകായുധങ്ങൾ കൊണ്ട് ആക്രമിച്ചിട്ടും വിപ്ലവം ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ഒറ്റയെണ്ണം പോലും പുറത്തിറക്കാത്ത രീതിയിലുള്ള മുട്ടം പണി, നല്ല നടപടികൾ നടപ്പിലാക്കുമെന്ന് ആഭ്യന്തര വകുപ്പും വ്യക്തമാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് ചുരുക്കത്തിൽ പറഞ്ഞാൽ ഈ അടിമക്കൂട്ടങ്ങളിൽ ആരെങ്കിലുമൊക്കെ സമരത്തിന്റെ മറവിൽ വകവരുത്തി പോലീസിന്റെ ചുമലിൽ കെട്ടിവെച്ച് രക്തസാക്ഷികളെ സൃഷ്ടിക്കാം എന്നുള്ളൊരു ഗൂഢാലോചന അത് അടച്ച് കുത്തുപാള എടുപ്പിച്ചിരിക്കുകയാണ്. അക്രമം നടത്തിയതും കള്ളക്കഥകൾ പ്രചരിപ്പിച്ചതും ഒക്കെ ഇവർ തന്നെയാണ്, CPM തന്നെയാണ് എന്ന വസ്തുതകൾ വ്യക്തമാക്കിയിട്ടുണ്ട്. പോലീസിനെ പ്രതികൂട്ടിലാക്കാൻ നോക്കിയിട്ടുള്ള SFIയുടെ സകല വേലകളും ദൃശ്യങ്ങൾ സഹിതം പൊളിഞ്ഞും വീണു കഴിഞ്ഞു. സ്വന്തം സ്വാർത്ഥ ലാഭത്തിന് വേണ്ടി യുവാക്കളുടെ ഭാവി തീർക്കുന്ന ഒരു കാടൻ രീതി, CPM നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന ആ കാടൻ രീതി പൊതുസമൂഹം സത്യത്തിൽ വെറുപ്പോടെയാണ് കാണുന്നത്. അതുകൊണ്ടാണ് കഴിഞ്ഞ 10 വർഷം ഇവിടെ ഭരിച്ചിരുന്ന സർക്കാരിനെ ജനസമൂഹം വീട്ടിലിരുത്തിയത്. കാരണം അവർ കണ്ടതാണ് SFI നടത്തുന്ന, CPM പ്രവർത്തകർ നടത്തുന്ന, പൊതുജനങ്ങളോട് കാണിക്കുന്ന, മറ്റ് അധികാര സ്ഥാനത്തിരിക്കുന്നവരോട്, ഉത്തരവാദിത്വമുള്ളവരോട് കാണിക്കുന്ന തെമ്മാടിത്തരങ്ങൾ, ഗുണ്ടായുസങ്ങൾ, എന്നിട്ട് മുഖ്യമന്ത്രി അതിനെ രക്ഷാപ്രവർത്തനം എന്ന് വിളിക്കുന്നത്, ഇതൊക്കെ കണ്ടതല്ലേ. ഏതായാലും അതുകൊണ്ട് തന്നെയാണ് സർവ്വതനെയും കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ വീട്ടിലിരുത്തി ജനം മുന്നറിയിപ്പ് കൊടുത്തത്. പക്ഷെ പാർട്ടി നേതാക്കൾ ഇതൊന്നും അറിഞ്ഞ മട്ടില്ലാതെ വീണ്ടും അടിമകളെ ഇറക്കിവിട്ടുകൊണ്ടിരിക്കുകയാണ്. അക്രമികളെ വെറുതെ വിടാതെ കൃത്യമായിട്ട് നിയമത്തിന് മുന്നിൽ എത്തിക്കുന്ന പോലീസിന്റെ നീക്കങ്ങൾക്ക് വലിയ പിന്തുണയാണ് ഇപ്പോൾ ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. ഇടതുപക്ഷം അത് തിരിച്ചറിഞ്ഞ് അവരുടെ അക്രമ രാഷ്ട്രീയം ഇനിയെങ്കിലും അവസാനിപ്പിച്ചില്ല എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിർത്താൻ കൂട്ടാക്കിയില്ല എന്നുണ്ടെങ്കിൽ ഈ CPM, ഈ പാർട്ടിയും ഈ നേതാക്കളും ഇതോടെ ഒരു തീരുമാനമാകും എന്നത് മാത്രമാണ് പറയാനുള്ളത്. Different angles. Don't forget to subscribe and support this channel.